സമയം 4 മണിയായി. ഇന്ന് പുലർച്ചെ എണീറ്റാട്ടാ. ഇന്ന് കർക്കിടക വാവായോണ്ട് ബലിയിടാൻ വേണ്ടി പോകണം. ബലിയിടാൻ പോവാ. ഉരുവണ്യകാവിലാ പോകുന്നത്. കഴിഞ്ഞ വട്ടം ഉരുവണ്യകാവിലാണ് പോയത്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി നമ്മളെന്തായി അടുത്തായി. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ 2 മണിക്കൊക്കെ എണീറ്റുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു 3 മണിക്ക് എണീറ്റ് 4 മണിയാകുമ്പോൾ റെഡിയായി പോവാൻ നോക്കുവാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അത് പിന്നെ ഒരു ചടങ്ങാണല്ലോ മഴ പെയ്യുന്നുള്ളത്. നല്ല വരിയാകെ ഉണ്ടാവും 4 മണി കഴിയും. അങ്ങനെ ഇതാ ഞാൻ ഉരുവണ്യകാവിലെത്തി കേട്ടോ. കൊയിലാണ്ടേനെ കൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ടായി. കാരണം നേരത്തെ വരാനായല്ലോ. ഒരുപാട് നേരത്തെ വന്നതിനെ കൊണ്ടാന്ന് തോന്നുന്നു വലിയൊരു തിരക്കിലൊന്നും പെട്ടിട്ടില്ല കേട്ടോ. കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ ബലിയിടാനൊക്കെ പറ്റിയിട്ടുണ്ടേ. പിന്നെ സജീഷ് ചേട്ടൻ മക്കളുടെ പേരിലൊക്കെ അവിടെ നെയ്വിളക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു ഞാനും സജീഷേട്ടനും കല്യാണം കഴിഞ്ഞതിന് ശേഷം പറ്റാവുന്ന എല്ലാ കൊല്ലവും കർക്കിടക നോറ്റിട്ടുണ്ട്, ബലിയിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ സജീഷേട്ടനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേരും, അതായത് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഇഷ്ടമുള്ള കൂടുതൽ പേരും ഇവിടെ ഭൂമിയിലുള്ള സ്വർഗത്തിലാണെന്ന് തോന്നലുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും സ്വർഗത്തിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ സജീഷനോട് പറയുന്നുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബലിയിടൽ മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മുടങ്ങാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയലുണ്ടേ. പിന്നെ അവിടുന്ന് കഠിന പായസം എന്ന് പറഞ്ഞിട്ട് ഒരു പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേപോലെ തന്നെ ത്രിമധുരം കേട്ടോ, അത് രണ്ടുമാണ് കഴിച്ചത്. പിന്നെ നെയ്വിളക്ക് ഉള്ളിൽ കത്തിക്കാനുള്ളതാണ്, അത് അവിടെ ഉള്ളിൽ കോവിലിൻ്റെ ഉള്ളിൽ കത്തിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം ചെറുതായിട്ടൊക്കെ ഒരു മഴ ചാറ്റിയെങ്കിലും വലിയൊരു മഴയൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ നേരെ കൊയിലാണ്ടി എത്തി. ഇപ്പം സ്ഥിരമായിട്ട് പോകുന്നൊരു ഹോട്ടൽ ദേവി വിലാസം കേട്ടോ. കൊയിലാണ്ടിക്കാർക്ക് അറിയേണ്ടാവും. എത്രയോ കൊല്ലം മുന്നേ, എത്ര കൊല്ലം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എത്രയോ 1948 അത് ഏത് ഇയറാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഇയർ തൊട്ടുള്ള ഹോട്ടലാണ്. പക്ഷേ ഇപ്പം കുറച്ചുകൂടി ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല രസമാണ് അവിടുത്തെ ചായ, അവിടുത്തെ അന്തരീക്ഷം കുടിക്കാനൊക്കെ കേട്ടോ. നെയ് റോസ്റ്റാണ് ഞാൻ വാങ്ങിയത്. നെയ് റോസ്റ്റ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നെയ് റോസ്റ്റ് വാങ്ങി. പിന്നെ മക്കൾക്ക് അങ്ങോട്ടേക്ക് വീട്ടിലോട്ട് വാങ്ങിയതാണ്. മക്കൾക്ക് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെള്ളാപ്പല്ലേ, വെള്ളാപ്പവും കറിയാട്ടോ വാങ്ങിയത്. കൂടെ ഒരു ഉഴുന്ന് വടയും വാങ്ങിയിട്ടുണ്ട്. ഇവിടെ കുഞ്ഞൂനും സിദ്ധുവിനൊക്കെ വെള്ളാപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല, എപ്പോഴെങ്കിലും വടകയുള്ള സമയത്ത് എപ്പോഴും ഉണ്ടാക്കുന്നതായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ വെള്ളാപ്പം ഒരു തവണയെങ്ങാനേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കഥവും വാങ്ങിച്ചിട്ട് പിന്നെ വന്ന് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് എക്സാം തുടങ്ങുകയാണ്, 13-ാം തീയതി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് അച്ഛനും മോനും കൂടി നോക്കുന്നത്. ഗ്രൂപ്പിൽ എന്തോ വന്നിട്ടുണ്ട്, എന്താ പറയുക, ഓരോന്ന് ചെയ്ത് കാണിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് പോയേ. സജീഷേട്ടനും എനിക്കും കൂടെ വടകര കുറച്ച് പരിപാടിയുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇതിപ്പം തന്നെ ലേറ്റായി, കർക്കിടക വാവിൻ്റെ വീഡിയോ ആണ്, എഡിറ്റ് ചെയ്യാനൊക്കെ വൈകി, പനിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി കേട്ടോ. അതാണ് കുറച്ച്. അപ്പം ഇനിയിപ്പം കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നേ, അത് വേഗത്തിൽ കറിയാക്കി. പിന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഒരു പപ്പടം, അത് ഇവിടെ നിർബന്ധം കേട്ടോ. ചിക്കൻ കറിയും പപ്പടവും ഒരു ഉപ്പേരി ഒരു ചോറും ആണ് ഇഷ്ടം. അതിൽ ഉപ്പേരിക്ക് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, വരുമ്പോൾ വാങ്ങിക്കാനും മറന്ന്. അപ്പോൾ ചിക്കൻ ഉള്ളതിനെ കൊണ്ട് ഞാൻ വിചാരിച്ച് ചിക്കൻ അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് പപ്പടവും കാച്ചി വെച്ചാൽ പിന്നെ മക്കൾക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ ചോറിന്. അപ്പോൾ ഓൾക്ക് അതും ആക്കി വെച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വടകര പോകണം. എനിക്ക് വടകരയിൽ നിന്ന് ഏകദേശം ഒരു 6-7 മണീൻ്റെ മുന്നേ, സന്ധ്യേൻ്റെ മുന്നേ എത്തണം, തിരിച്ചെത്തണം എന്ന് വിചാരിക്കാം കേട്ടോ. അവർക്ക് എക്സാമുമാണ്, അതുകൊണ്ട് തന്നെ അപ്പം അതിനെക്കൊണ്ട് സ്പീഡിലാക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ കറി ഒരു എന്താ പറയുക, അത്ര വിപുലമാക്കിയിട്ടൊന്നും ഉണ്ടാക്കാത്ത ചിക്കൻ കറിയാണേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിപ്പിയൊന്നും പിന്നെ കാണിക്കണ്ടല്ലോ. ജസ്റ്റ് ഉള്ളിയെല്ലാം വാട്ടി അതിലോട്ട് തക്കാളി എല്ലാം ഇട്ടിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ടിട്ടൊന്ന് നല്ലോണം കുറച്ച് വറ്റിച്ചെടുത്ത് അതാട്ടോ ചെയ്തത്. ചിക്കൻ കറി പിന്നെ സജീഷ് ചേട്ടൻ വേഗം നോക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എനിക്ക് വലിയൊരു സഹായം കേട്ടോ സജീഷ് ചേട്ടൻ ചെയ്തിരുന്നത്. ഇത് എന്നല്ല, എല്ലാ ജോലിയിലും എന്നെ പകുതി സഹായിക്കാറുണ്ട്, അറിയാമല്ലോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനൊരു ഹെൽപ്പ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് എത്രത്തോളം ഒരു സഹായമായിരിക്കും. അല്ലെങ്കിൽ തിരക്കിട്ട് ഓടുന്ന സമയത്ത് എല്ലാം ഒരാൾ തന്നെ ചെയ്യുക, ഒരാൾ വെറുതെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക, പറഞ്ഞ് കൽപ്പിക്കുക, അത് ചെയ്യ് ഇത് ചെയ്യ് പറയുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര
എത്ര ആയിട്ട് നമുക്ക് മടുത്തു പോകില്ലേ. പക്ഷേ ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടെ ഒരു സഹായം ചെയ്യുമ്പോൾ കൂടെ ഒരുമിച്ച് എല്ലാ വേഗം പണിയും തീർക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു സമാധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം മീൽ കഴുകി മാറ്റി വന്ന് പിന്നെ പപ്പടം കാച്ചിട്ടോ. ഇനി ഞാനും സൈഷറിനും ഫുഡ് കഴിച്ചിട്ട് പോകാൻ നോക്കുകയാണ്. പിന്നെ ഒരു മക്കൾ ഒരുമിച്ച് കുറച്ച് ദിവസം ലേറ്റായിട്ടാണ് കഴിക്കുന്നുള്ളൂ. ഞാനൊരു 12:30 തന്നെ പോയി കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഇനിയിപ്പോൾ തിരിച്ച് വരികയായി, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് പഴക്കട ഉണ്ടായിരുന്നേ, നല്ല നാടൻ പഴമുള്ള, അവിടെ കയറി സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്തി കേട്ടോ. വരുന്ന സമയത്ത് ഞാൻ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയില അതിൽ കൊള്ളുന്നില്ലാത്തതിനെ കൊണ്ട് കവറോട് കൂടി വെച്ചതാണേ. സിദ്ധുവിൻ്റെ നെറ്റിമിലൊരു കുറി കാണാം. ഇന്ന് ഞാൻ പറഞ്ഞിട്ട് ഇന്ന് വാവാണ്, നമുക്ക് നല്ല വൃത്തിയിൽ വിളക്കെത്തിക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ട് അവൻ അതുപോലെ അനുസരിച്ച് എല്ലാം വൃത്തിയിലായി ചെയ്തിട്ടുണ്ട് കേട്ടോ. വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാനെല്ലാം വൃത്തിയാക്കിയിട്ടാണ് പോയത്. ഇനി സന്ധ്യയുടെ വിളക്കെത്തിക്കൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായി. നല്ല കുറിയൊക്കെ തൊട്ട് നല്ല മോനായിട്ടാണ് നിന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ ഇവരെ കറക്റ്റായിട്ട് ഇത് കൊണ്ടുവരുന്ന അറിയുന്നതിനെ കൊണ്ട് തന്നെ രണ്ടാളും ബാക്കിൽ തന്നെ വരുന്നത് കേട്ടോ. അങ്ങനെ മുട്ടായിയെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ ഇരുന്ന് പഠിക്കാനുണ്ട്, നാളെ എക്സാമാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഏച്ചിയും പ്രസേച്ചിയും പിന്നെ ഗിരീഷേട്ടനും കേട്ടോ, പ്രസേച്ചിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വന്നപ്പം മുട്ടായിയൊക്കെ കൊണ്ടു കൊടുത്ത് ഈ സാധനങ്ങളെല്ലാം കൊണ്ടു കൊടുത്ത് പിന്നെ അവർ വന്നു പോയി, ചായ കാച്ചി കുടിച്ച് കഥകളൊക്കെ കുറച്ച് നേരം പറഞ്ഞിട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ചോദിക്കുകയാണേ. ഇനിയിപ്പോൾ ഞാളും ഉറങ്ങാൻ നോക്കട്ടെ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.